ഹലോ ഓൾ, 12th സ്റ്റാൻഡേർഡ് CBSE ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്സ് എക്സാം ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞത്. അതിന്റെ പേപ്പറിനെ കുറിച്ച് ഒരുപാട് കുട്ടികൾക്കിടയിലും ടീച്ചേഴ്സിനിടയിലും വലിയ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആരും തന്നെ എക്സ്പെക്ട് ചെയ്യാത്തതിലപ്പുറത്തേക്ക് അതിന്റെ സ്റ്റാൻഡേർഡ് കൂടുകയും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാതെ കുട്ടികളാകെ ബുദ്ധിമുട്ടി എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് സെറ്റ് 3-ലല്ല 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണുള്ളത്. അതിലെ 3rd സെറ്റിലാണ് ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ളതാണ് കുട്ടികളെല്ലാവരും തന്നെ പറയുന്നത്. അപ്പോൾ CBSE 12th ഫിസിക്സ് എഴുതിയ ആളുകൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റിൽ പറയണമെന്ന് ഞാൻ ആദ്യം മെൻഷൻ ചെയ്യാണ്. എന്നാലും നമുക്കറിയാൻ പറ്റുള്ളൂ ബാക്കി സെറ്റിലുള്ള കുട്ടികൾക്കും എങ്ങനെയാണ് ഇത് എഫക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്, അതൊന്ന് അനലൈസ് ചെയ്യാണ് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ 12th പഠിക്കുന്ന സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്കും ആക്ച്വലി എന്ത് ചെയ്യാം, ഒന്ന് കമ്പയർ ചെയ്യാം. നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ ബോർഡ് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ തന്നെ CBSEയുടെ 12th ഫിസിക്സ് നിങ്ങൾക്ക് ആക്ച്വലി ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സെറ്റ് 1, 2, 3 പേപ്പറുകൾ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഈസിലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ 12th സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളും CBSEയുടെ ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു ലെവൽ ഡിഫറൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സെക്ഷൻ എ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി എന്ത് വെച്ചിട്ടാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് MCQs വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. MCQs ആക്ച്വലി ഡൂവബിൾ ആണ്. ചിലതൊക്കെ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു എൻട്രൻസ് എക്സാമിന് ഒരു കീം എൻട്രൻസ് എക്സാമിനൊക്കെ വരുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് അടക്കമുണ്ട്. എന്നാൽ പോലും ചിലതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊന്നും എന്തല്ല ഡയറക്ട്ലി നമുക്ക് ചിലപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതോ അതല്ലെങ്കിൽ ഒറ്റ സെന്റൻസിൽ തന്നെ വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതോ അല്ല. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വായിച്ച് നോക്കണം, എന്നിട്ടൊന്ന് നമ്മുടെ നോളജ് അപ്ലൈ ചെയ്യണം. എല്ലാ MCQസും കൃത്യമായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമുക്ക് നോളജ് അപ്ലൈ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിലിതാ +2-ലുള്ള എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും സ്പ്രെഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ MCQസിൽ കടന്നു പോവുക. 12 MCQs ആണുള്ളത്. 12 MCQs കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമുക്കറിയാം നല്ല തിയറിറ്റിക്കൽ നോളജ് വേണം. അതുപോലെ തന്നെ ഈ 2 സെന്റൻസുകൾ വായിച്ച് അത് തമ്മിലുള്ള കണക്ഷൻ കണ്ടെത്താനും കഴിയണം. അപ്പോൾ അഗൈൻ ഒരുപാട് ആളുകൾക്ക് ചിലപ്പം എയും ബിയും 2 സെന്റൻസുകൾ അസേർഷനും റീസണും അറിയുന്നുണ്ടാകും. പക്ഷേ റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ അല്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ വരെ തെറ്റിപ്പോയിട്ട് എന്ത് ചെയ്യാറുണ്ട്, മാർക്ക് മിസ്സാവാറുണ്ട്. അപ്പോൾ അസേർഷൻ റീസൺ ആണ് 13, 14, 15, 16 4 അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് മോഡേൺ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് കാണാം, അതുപോലെ തന്നെ സെമി കണ്ടക്ടറിലെ ക്വസ്റ്റ്യൻസ് കാണാം. സോ ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ എന്ത് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. സെക്ഷൻ ബിയിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചുകൂടെ നമ്മൾ ചെയ്യേണ്ട പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ പ്രോബ്ലംസിലേക്ക് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് ഓപ്ഷൻസ് ഇസ് അവൈലബിൾ. 18 എയും ബിയും ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതുപോലെ 19, 20 കഴിഞ്ഞാൽ 21st ക്വസ്റ്റ്യനിൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ റെസിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ ആണുള്ളത്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഒക്കെ തന്നുകൊണ്ടുള്ള റെസിസ്റ്റൻസിന്റെ ഒരു പ്രോബ്ലം തന്നെയാണ്. ഇത് ഓരോന്നും ആക്ച്വലി എന്താണ്, ഇത് ഓരോന്നും നമ്മൾ ചിന്തിച്ച് അതിന്റെ ഇക്വേഷൻസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർലി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സെക്ഷൻ ബി നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ എന്താണ്, ന്യൂമറിക്കൽസ് ആണ്. സെക്ഷൻ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അഗെയിൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയാണ്. എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് 22-ൽ വന്നിട്ടുള്ളത്. 23-ൽ നമ്മൾ എൻട്രൻസ് എക്സാമിന്റെ ക്ലാസ്സുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ കപ്പാസിറ്ററിന്റെ ഒരു ഹാഫിൽ മാത്രമാണ് എന്തുള്ളത്, പ്ലേറ്റ് ഉള്ളത്. ബാക്കി ഹാഫിൽ MT ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് വന്നിട്ടുണ്ട്, ബാക്കി ഹാഫിൽ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് എത്രയാണ് തുടങ്ങി നമ്മൾ യൂഷ്വലി MCQ ടൈപ്പ് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ കീം പോലുള്ള എക്സാംസിലോ ഈവൻ JEE മെയിൻ പോലുള്ള എക്സാംസിലോ കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ പല ചാപ്റ്ററിലും ആക്ച്വലി കാണാൻ സാധിക്കും. 24th അഗെയിൻ യങ്സ് ഡബിൾ സ്ലിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 25th അടക്കം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാം, തിയറിറ്റിക്കൽ ചോദ്യങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് തിയറിറ്റിക്കൽ നോളജ് വേണം, അത് എന്ത് ചെയ്യാനും പറ്റണം, 3 മാർക്ക് കിട്ടുന്ന രൂപത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റണം എന്നുള്ളതാണ് സെക്ഷൻ സിയുടെ പ്രത്യേകത. അങ്ങനെ 26, 27 അഗെയിൻ ഒപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ 28ലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരുപാട് ഡെറിവേഷൻസ് നമ്മൾ എപ്പോഴും കാണാതെ പഠിച്ച് പോകാറുണ്ട്. സ്റ്റേറ്റ് സിലബസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഡെറിവേഷൻസ് തന്നെ എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കും. ഇവിടെ വളരെ കുറച്ച് ഡെറിവേഷൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഓഫ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദി ആറ്റം. എൻ ഇലക്ട്രോൺ ഓഫ് മാസ് m and charge is revolving ആന്റി ക്ലോക്ക് വൈസ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആംഗുലാർ മൊമെന്റത്തിന്റെ എക്സ്പ്രഷൻ ഇതാണെന്ന് പ്രൂവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മളോട് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അനലൈസ് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് ആക്ച്വലി വന്നിട്ടുള്ളത്. ഇവിടെ 2 ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയറുകളുണ്ട്. 2ന്റെയും ലീനിയർ ചാർജ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള 2 വയറുകളാണ്. ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ദ പോയിന്റ് ഫ്രം ദ വയർ 1 at which the net electric field is 0 and identify the region in which it lies. അപ്പോൾ ഇതിൽ ABC എന്ന് പറയുന്ന റീജിയനിൽ എവിടെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് 0 ആവുക എന്നുള്ളത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ ഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ പാരഗ്രാഫിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് ആക്ച്വലി എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഓൾറെഡി നമുക്ക് അറിയുന്ന ഗാൽവനോമീറ്ററിന്റെ പ്രിൻസിപ്പിളും അത് കണ്ടുപിടിച്ച ആളുടെ പേരുണ്ട്. അതുപോലെ തന്നെ NBAI = K × 5 അതിൽ ഓരോ ടേംസും എന്താണ്. സോ ബേസിക്കലി ഗാൽവനോമീറ്ററിന്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുപോലെ ക്വസ്റ്റ്യൻസ് 29 കേസ് സ്റ്റഡി ആണ്. ബേസിക്കലി ഇത് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആണ്. റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ്സ് ആൻഡ് ആൻസർ ദി
ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. ഈ 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ഐൻസ്റ്റൈൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള 1, 2, 3 ക്വസ്റ്റ്യൻസ് ആണ് 30ൽ ആക്ച്വലി വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ അഗൈൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ ഇയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അപ്പോൾ സെക്ഷൻ ഈ പറയുന്ന കേസ് സ്റ്റഡി കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് എങ്ങോട്ടാണ്? സെക്ഷൻ ഇയിലേക്കാണ്. സെക്ഷൻ ഇയിൽ അഗൈൻ പ്രോബ്ലംസ് ആണ്. നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? വാല്യൂസ്, പലപ്പോഴും ഡെറിവേഷൻസ്, എക്സ്പ്രഷൻസ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ന്യൂമറിക്കൽസ് ഓൾസോ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ യൂഷ്വലി എപ്പോഴും നമ്മളൊരു JEE മെയിൻ്റെ ക്ലാസ്സിലൊക്കെയാണ് കാണാറുള്ളത്. സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ നമ്മളൊരു ഷോർട്ട് കട്ടായിട്ട് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് യൂഷ്വലി ഈ ടൈപ്പ് ഓഫ് സർക്യൂട്ടുകളുടെ നെറ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യാറുള്ളത്? യൂഷ്വലി പഠിക്കാറുള്ളത്. നമ്മൾ ബോർഡ് എക്സാമിനൊന്നും എന്ത് ചെയ്യാറില്ല, എക്സ്പെക്ട് ചെയ്യാറില്ല. ആൻഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തതിൽ ഒരു ഫ്രസ്റ്റം ഓഫ് എ കോണിന്റെ ഷേപ്പിലുള്ളതിൽ എയിലും ബിയിലുമുള്ള ഇലക്ട്രിക് ഫീൽഡുകളുടെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അറ്റ് പോയിന്റ് ബി നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുകയാണെങ്കിൽ 2 പോയിന്റ് ചാർജസ് ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് R1 and R2. ഫൈൻഡ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് R. എല്ലാം എന്താണ്? നമ്മൾ ആ സിറ്റുവേഷൻ, ഫിസിക്സ് സിറ്റുവേഷൻസ് മനസ്സിലാക്കി പ്രോബബിളി ഡയഗ്രാം ഒക്കെ വരച്ച് ഒരു ഡെറിവേഷൻ ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്താൽ തന്നെ ഒരു ഫ്യൂ സ്റ്റെപ്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷനിലേക്ക് എത്തുക. ആ ഫൈനൽ എക്സ്പ്രഷനിൽ നമ്മൾ നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ആക്ച്വൽ ആൻസറിലേക്ക് നമ്മൾ എത്തുക. ഈ 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ചുകൂടെ ഗ്രാഫുകൾ വരക്കാനുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അഗെയിൻ പ്രോപ്പറായിട്ട് ഓരോ ചാപ്റ്ററിലും ഉള്ള തിയറി ഡെപ്തിൽ ഇറങ്ങി ചെന്നുകൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 32ന്റെ ഓർ പാർട്ട്, ബി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചു. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബേസ് ചെയ്തിട്ട് deduce the expression for mutual inductance of two long coaxial solenoids of same length having different radii and different number of turns. Okay, and finally 33rd question like varaanundengil draw ray diagram of a reflecting telescope and explain the formation of image. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഡയഗ്രം ആണ്. നമുക്കറിയാം ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ടെലസ്കോപ്പുകളുടെയും അതുപോലെ തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഒക്കെ ഡയഗ്രാം പഠിക്കുക എന്നുള്ളത് എന്താണ്? കുറച്ച് ചാലഞ്ചിങ് ആണ്. നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്താലേ എക്സാമിന് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിലെ ക്വസ്റ്റ്യൻ അഗൈൻ ഒരു ന്യൂമറിക്കൽ ഇതാ വന്നിട്ടുണ്ട്. 2 advantages of compound microscope or a single microscope ചോദിച്ചിട്ടുണ്ട്. A thin plano concave lens with its curved face of radius is made of glass refractive index and it is placed coaxially in contact with a thin equiconvex lens of same radius of curvature of refractive index n2. അപ്പോൾ രണ്ടെണ്ണം കോൺടാക്റ്റിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും നമ്മളോട് obtain the power of combined lens എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലേ? നിങ്ങൾ +2 പഠിക്കുന്ന ഏതൊരു കുട്ടി നോക്കിയാലും മനസ്സിലാകും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഇത് മാത്രമല്ല ലെങ്തിയാണ്. ഇത് മുഴുവൻ എഴുതി ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്ത് ഈ പറയുന്ന 3 മാർക്കിന്റെ എക്സ്പ്ലനേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം 3 മാർക്ക് കിട്ടുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി പിടിപ്പിക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് സെറ്റ് 3ന്റെ കാര്യമാണ്. ഈവൻ സെറ്റ് 1 and 2 ഓൾസോ സിമിലർ സ്റ്റാൻഡേർഡ് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഡിസ്കസ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ടഫ് പേപ്പറാണ് ഈ വർഷത്തെ CBSE +2 ഫിസിക്സിൽ വന്നിട്ടുള്ളത്. ആൻഡ് ലോട്ട് ഓഫ് ചേഞ്ചസ് ഫ്രം എക്സ്പെക്റ്റഡ് പാറ്റേൺ. നമ്മൾ പ്രതീക്ഷിച്ച ഡെറിവേഷൻസിലൊക്കെ ഒന്നും ഇതിട്ടില്ല, ഒരുപാടെണ്ണം വന്നിട്ടില്ല എന്ന് മാത്രമല്ല പ്രതീക്ഷിക്കാത്ത ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളതാണ് കുട്ടികളെ ഷോക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു പാറ്റേൺ തന്നെ പഠിച്ചു പോകുന്നു, പക്ഷേ ആ പാറ്റേൺ ഒക്കെ വളരെ വ്യത്യസ്തമാക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ബേസിക്കലി സിലബസ് എൻറ്റയർലി കവർ ചെയ്ത് ഈവൺ ഒരു JEE ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക്, ഒരു JEE മെയിൻ ലെവലിൽ കോൺസെപ്റ്റുകൾ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത ഒരാൾക്ക് മാത്രമാണ് ഇതിൽ എക്സലൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ +2 പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം, കീമിന് നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷത്തെ കീം റിസൾട്ട് വന്നപ്പം ഒരുപാട് സ്റ്റേറ്റ് സിലബസ് കുട്ടികൾക്ക് നോർമലൈസേഷൻ നടന്ന സമയത്ത് അവരുടെ ബോർഡ് എക്സാമിൽ നിന്നും 27-26 മാർക്കൊക്കെ റെഡ്യൂസ് ചെയ്തിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത്. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. കാരണം നോർമലൈസേഷൻ നടക്കുന്നത് എപ്പോഴെങ്ങനെയാണ്? ആവറേജ് മാർക്കിനെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഫൈനൽ റിസൾട്ട് എടുത്ത് നോക്കുമ്പം ടോട്ടൽ ആവറേജ് കുറവായിരിക്കും, കുട്ടികൾക്ക് കിട്ടിയ മാർക്കൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇതിൽ ചിലപ്പോൾ 100-ൽ ലെറ്റ്സ് സേ 70%, 80% ഒക്കെ കിട്ടി, അല്ലെങ്കിൽ 90% കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് സിലബസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 95 ഒക്കെ കിട്ടിയാൽ പോലും അതിന്റെ വാല്യൂ എന്താവില്ല, ഈക്വൽ ആവില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ചിന്തിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന കീം ആവട്ടെ JEE മെയിൻ ആവട്ടെ, അത് ആരുടെ കൂടെയാണ്? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എക്സാം എഴുതി ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന CBSE സ്റ്റുഡൻസിനോടാണ്. അപ്പോൾ നമുക്ക് സിലബസുകൾ കമ്പയർ ചെയ്യാം, നമുക്ക് സിസ്റ്റത്തിനെ കുറ്റം പറയാം, പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മുടെ റിസൾട്ട് എന്താകണം എന്നുള്ളത് നമ്മൾ തന്നെ പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സ്റ്റേറ്റ് സിലബസിന്റെ +2 എക്സാം എഴുതുന്ന കുട്ടികൾ
ഈ സെറ്റ് 1, 3 മാത്രമല്ല 1 and 2 ഓൾസോ നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക പ്രോബ്ലംസ് ഒക്കെ. അപ്പോൾ എത്രത്തോളം സ്റ്റാൻഡേർഡ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. എസ്പെഷ്യലി ഓരോ മാർക്ക് വീതം മാത്രം കിട്ടുന്ന 1 മാർക്ക് ഈച്ച് കിട്ടുന്ന ഈ MCQs അടക്കം നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. വെറും 1 മാർക്കാണ് ഇത് ശരിയാക്കിയാൽ നമുക്ക് കിട്ടുക. അതടക്കം എന്താണ്, ഒരു കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്, പല ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് സിലബസ് കുട്ടികളോട് ഫൈനലി പറയാനുള്ള മെസ്സേജ് ഇതാണ്: നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്കൂളിന്റെ ലെവലിൽ ഒരിക്കലും ലിമിറ്റ് ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി എൻട്രൻസ് എക്സാമുകൾ പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, കീമോ അല്ലെങ്കിൽ JEE ഒക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ മുകളിൽ പഠിച്ചാൽ മാത്രമേ അവരുമായിട്ട് മാച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ നമ്മുടെ സ്കൂളിൽ A+ കിട്ടിയിട്ട് അതിനുശേഷം മാത്രം എൻട്രൻസിനെ കുറിച്ച് ആലോചിക്കാം എന്നുള്ളൊരു ധാരണയിൽ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസിലെല്ലാം നമ്മൾ താഴെ പോകുകയുള്ളൂ. ആൻഡ് ഫൈനലി CBSE ഈ ഒരു എക്സാം എഴുതിയ സെറ്റ് 1, 2, 3 എല്ലാ കുട്ടികളും നിങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, പ്രതീക്ഷിച്ചതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണോ, എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നുള്ളതെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് ഇനി അങ്ങോട്ട് നിങ്ങൾ ബാക്കിയുള്ള എക്സാംസും കൂടെ നന്നായിട്ട് തന്നെ പ്ലാൻ ചെയ്യുക, സ്റ്റഡി ലീവുകളൊക്കെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. ആൻഡ് ഒരു കാര്യം ഉറപ്പാണ്, CBSEയുടെ +2 എക്സാമിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ ആക്ച്വലി നിങ്ങളുടെ JEE മെയിൻ എക്സാമിന് അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കെമിസ്ട്രിയിലും മാത്സിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളെ JEE മെയിനിലും എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, ആൻഡ് ഓവറോൾ കണ്ടിട്ടുള്ള എല്ലാ കുട്ടികളുടെയും പാരൻസിൻ്റെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ കമൻറ്റ്സ് എന്ത് ചെയ്യുക, താഴെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഞാനത് വായിക്കുന്നതാണ്. പരമാവധി കമൻറ്റ്സിൽ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. ഓൾ ദി ബെസ്റ്റ്.